നാണം കെട്ടും പണമുണ്ടാക്കിയിടിൽ നാണക്കേടാ പണം പൊക്കിക്കൊള്ളും എന്നുള്ളതാണ് ഗോദി മീഡിയകളുടെ എല്ലാം പോളിസി. അവർക്ക് രാജ്യം പ്രശ്നമല്ല, രാജ്യത്തെ ജനങ്ങളുടെ കഷ്ടപ്പാട് പ്രശ്നമല്ല, രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മതവൈരവും ഫേക്ക് ന്യൂസും പ്രശ്നമല്ല. അതിൽ നിന്നെല്ലാം എങ്ങനെ പണം ഉണ്ടാക്കണം എന്നുള്ളത് മാത്രമാണ് അവരുടെ ചിന്ത. എന്നാൽ നമ്മളെപ്പോലുള്ള ചാനലുകളുടെ ചിന്ത രാജ്യത്തെ ജനങ്ങൾ സംസ്കാരമുള്ളവരാകണം, വിവേകമുള്ളവരാകണം, വിദ്യാഭ്യാസമുള്ളവരാകണം, രാജ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതിനാലാണ് ഇത്തരം പെയ്ഡ് മീഡിയകളെ വെല്ലുവിളിച്ച് സത്യപ്രചാരണത്തിനായി നമ്മൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ആ ഒറ്റ കാരണത്താലാണ് വീഡിയോകൾ മുഴുവനായി കാണുകയും സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോകൾ ഷെയർ ചെയ്തും പരമാവധി ആളുകളിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. ഗോദി മീഡിയകളെല്ലാം പുറത്തുവിട്ട എക്സിറ്റ് പോളുകളുടെ ദൃശ്യങ്ങൾ കാണിക്കുന്നത് ഏത് വിധേനയും എത്ര നാണം കെട്ടും മോദിയുടെ ഇമേജ് സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നതാണ്. മോദിയെ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്രാവശ്യം അവർ ബലിയാടാക്കിയത് JP നഡ്ഡയെയാണ്. ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ടോളൂ. जितना ये मीडिया वाले चिल्लाएंगे ना उतना ही मुझे लगेगा ये बिल्कुल सही काम कर रहा हूं और करो इसको। मीडिया वाला जो भी बोलना चाहे बोलो, हमें कोई फर्क नहीं पड़ता। चिल्लाओ, नाच गाना करो, डांस करो, चिल्लाओ, गाली दो, हमें कोई फर्क नहीं पड़ता। എത്ര കടന്ന് ചലച്ചാലും ഞങ്ങളെ അത് ഒരു തരത്തിലും ബാധിക്കില്ല. നിങ്ങൾ ഞങ്ങൾക്കെതിരെ എത്ര ഫേക്ക് ന്യൂസ് പ്രചരിപ്പിച്ചാലും മോദിക്ക് വേണ്ടി കൊള്ളൂത്ത് നടത്തിയാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം പറഞ്ഞത് എത്ര വലിയ വസ്തുതയാണെന്നുള്ളത് ഒരു നാണവുമില്ലാത്ത ഈ ഗോദി മീഡിയകൾ തന്നെ സ്വയം തുറന്നു കാണിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 10 വർഷങ്ങളായി മോദിയുടെ BJP ക്ലാൻ ഏത് തെരഞ്ഞെടുപ്പിൽ മുന്നിട്ട് നിന്നാലും വിജയിച്ചാലും അവർ സ്ക്രീനിൽ മുഴുവൻ സമയം മോദിയെയും രാഹുലിനെയും മാത്രമാണ് കാണിക്കുക. എന്നിട്ട് അവർ ചോദിക്കും, പ്രതിപക്ഷം ഇനി എന്ത് ചെയ്യും? രാഹുൽ ഗാന്ധിക്ക് ഇനി എന്തു വഴിയാണുള്ളത്? മോദി മാജിക്കിന് മുമ്പിൽ രാഹുൽ ഗാന്ധി തകർന്നടിയുകയാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ മോദിക്ക് വിജയമുണ്ടായിട്ടുള്ള സമയത്തെ അവരുടെ ചില വിഷ്വൽസും ഹെഡിങ്ങുകളും കണ്ടോളൂ. മോദി മാജിക്കിന്റെയും തന്ത്രങ്ങളുടെയും അത്യാത്ഭുതം. പരാജയപ്പെട്ട കോൺഗ്രസ് ഇനി എന്ത് ചെയ്യും? ഉത്തർപ്രദേശിൽ യോഗിയുടെയും മോദിയുടെയും മാജിക് നടക്കുന്നു. എന്നാൽ ഇപ്പോൾ മോദി ഓരോ തെരഞ്ഞെടുപ്പുകളിലായി പരാജയപ്പെടുമ്പോൾ എങ്ങനെയും മോദിക്ക് സുരക്ഷാ കവചം തീർക്കാൻ നാണം കെട്ടിറങ്ങിയിരിക്കുകയാണ് ഗോദി മീഡിയ. ഹരിയാനയിലെ എക്സിറ്റ് പോൾ പുറത്തുവിട്ടുകൊണ്ടുള്ള ഇന്ത്യ ടുഡേയുടെ ഈ വിഷ്വൽസ് കണ്ടോ? ഇവിടെ രാഹുൽ ഗാന്ധിയുമായി ഏറ്റുമുട്ടുന്നത് JP നഡ്ഡ. അതുപോലെ രണ്ട് സൈഡിലും കാണിച്ചിരിക്കുന്ന പടങ്ങൾ ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനിയുടെയും കോൺഗ്രസ് നേതാവ് ഭൂവിന്ദർ സിംഗ് ഹൂഡയുടെയും. ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഹരിയാനയിലെ ദ്വന്ദ്വയുദ്ധം എന്ന്. എന്തുകൊണ്ടാണ് മോദിയുടെ ചിത്രം ഇവർ ഇവിടെ കാണിക്കാൻ ധൈര്യപ്പെടാത്തത്? പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഏറ്റുമുട്ടുന്നത് JP നഡ്ഡയോടല്ല, മറിച്ച് നരേന്ദ്രമോദിയോടാണ്. ഇനി BJP പ്രസിഡന്റ് JP നഡ്ഡയുമായി ഏറ്റുമുട്ടുന്നതാണ് കാണിക്കുന്നതെങ്കിൽ എതിരാളി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ആയിരിക്കണം. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചത് നരേന്ദ്രമോദിയാണ്. മോദിയുടെ പേരിലും ഡബിൾ എഞ്ചിന്റെ പേരിലുമാണ് വോട്ട് തേടിയത്. അപ്പോൾ അവിടെ പരാജയപ്പെടുമ്പോൾ അത് മോദിയുടെ പരാജയമാണ്. പക്ഷേ അവർ ഇവിടെ ബലിയാടാക്കിയിരിക്കുന്നത് JP നഡ്ഡയെ. അതുപോലെ മുകളിൽ ക്യാപ്ഷനായി എഴുതേണ്ടത് 10 വർഷത്തിന് ശേഷം കോൺഗ്രസിന് അധികാരത്തിൽ തിരിച്ചെത്താനുള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ് എന്നാണ്. ഈ സ്ഥാനത്ത് BJPക്കായിരുന്നു വിജയമെങ്കിൽ മോദി മാജിക്, രാഹുൽ ഇനി ഒളിച്ചോടും എന്നൊക്കെ അവർ എഴുതിയേനെ. അതുപോലെ വലതുവശത്തിരിക്കുന്ന ഗോദി മീഡിയ ആങ്കർ രാഹുൽ കൻവലിന്റെ മുഖം കണ്ടോ? ഏതാണ്ട് കളഞ്ഞുപോയ അണ്ണാനെ പോലെ ഇരിക്കുന്നു. ഇവിടെ ഇന്ത്യ ടുഡേയുടെ ഹരിയാനയിലെ എക്സിറ്റ് പോൾ കാണിക്കുമ്പോഴുള്ള മറ്റൊരു വിഷ്വൽ കണ്ടോ? കോൺഗ്രസിന്റെ സ്ഥാനത്ത് രാഹുൽ ഗാന്ധിയുടെ പടം, BJPയുടെ സ്ഥാനത്ത് നഡ്ഡയുടെ. ഇവിടെ BJPക്ക് വിജയമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഉറപ്പായും BJPയുടെ സ്ഥാനത്ത് മോദിയുടെ പടം കാണിക്കുമായിരുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാക്കൾ എല്ലാം പറഞ്ഞിരുന്നു ഗോദി മീഡിയകൾ മോദിയുടെ ഈ പരാജയത്തിൽ നഡ്ഡയെ ബലിയാടാക്കുമെന്ന്. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കളിയാക്കുമ്പോഴും അവർക്കതൊരു പ്രശ്നവുമല്ല. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയോട് ചോദ്യങ്ങൾ ചോദിച്ചതുപോലെ ഇവർ മോദിയോട് ചോദിക്കാത്തത്? ഇത് മോദിയുടെ വലിയ പരാജയമാണ്. ഇനി മോദി എന്ത് ചെയ്യും? BJP എന്ത് ചെയ്യും? മോദി മാജിക്ക് അവസാനിച്ചു. മോദിയുടെ പൊള്ളത്തരങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞോ? മതവിദ്വേഷം പ്രചരിപ്പിച്ചുള്ള രാഷ്ട്രീയത്തിന്റെ അന്ത്യമാണോ ഇത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത്. എന്തുകൊണ്ട് നിങ്ങൾ ക്യാപ്ഷനായി കൊടുക്കുന്നില്ല രാഹുൽ കൊടുങ്കാറ്റ്, രാഹുൽ ഗാന്ധി മാജിക്ക്? രാഹുലിന്റെ മുന്നിൽ മോദി നിഷ്പ്രഭമാകുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഊന്നിയുള്ള രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിച്ചുള്ള മോദിയുടെ പ്രചരണങ്ങളെക്കാൾ ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്നിങ്ങനെയുള്ള ക്യാപ്ഷനുകൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? മോദി ജയിക്കുമ്പോൾ മോദി മാജിക് എന്നും രാഹുൽ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മോദി തോൽക്കുമ്പോൾ രാഹുൽ മാജിക് എന്നും മോദി ഇനി എന്ത് ചെയ്യും എന്നും ചോദിക്കണമല്ലോ.
പക്ഷേ അവർക്ക് അത് പ്രശ്നമല്ല. മോദി എറിഞ്ഞു കൊടുക്കുന്ന ബിസ്ക്കറ്റ് തിന്നുന്ന ഇവർ സ്വയം എക്സ്പോസ് ചെയ്തിരിക്കുകയാണ്. മോദിയുടെ പരാജയം മറച്ചുവെക്കാൻ നഡ്ഡയെ കരുവാക്കുന്നു. ഇതാ നാണംകെട്ട അർണാബ് ഗോസ്വാമിയുടെ ചാനലിന്റെ എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടുകൊണ്ടുള്ള വിഷ്വൽസ്. ഹരിയാനയിലെ നമ്പർ കാണിക്കുമ്പോൾ BJPയുടെ നമ്പറിന്റെ മുകളിൽ മോദിക്ക് പകരം നഡ്ഡയുടെ പിക്ചർ. ജമ്മു കാശ്മീരിലെ കാണിക്കുമ്പോൾ BJPയുടെ നമ്പറിന്റെ മുകളിൽ നഡ്ഡയും കോൺഗ്രസിന്റെ നമ്പറിന്റെ മുകളിൽ രാഹുൽ ഗാന്ധിയും. നഡ്ഡയെ കാണിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ നമ്പറിന്റെ മുകളിൽ കോൺഗ്രസ് പ്രസിഡന്റിന്റെ പടമായിരിക്കണം. നിങ്ങൾ എന്തുകൊണ്ടാണ് മോദിയുടെ പരാജയത്തിന് നഡ്ഡയെ ബലിയാടാക്കുന്നത്? നഡ്ഡയെ കാണിച്ച് നട്ടല്ലില്ല എന്ന് ഒരു നാണവുമില്ലാതെ ജനങ്ങളുടെ മുന്നിൽ സ്വയം തുറന്നു കാണിക്കുന്നു. എക്സിൽ ഇവരെ തുറന്നു കാണിച്ചുകൊണ്ടുള്ള ചിലരുടെ ട്വീറ്റുകൾ കണ്ടോളൂ. ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് BJP തിരഞ്ഞെടുപ്പ് പരാജയപ്പെടുമ്പോൾ ആനിമേഷനിൽ നഡ്ഡയെ കാണിക്കും, വിജയിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയെയും, അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനത്ത് ഖാർഗെയെ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? കോൺഗ്രസ് വക്താവ് അലോക് ശർമ്മ ഇവരെ പരിഹസിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നു, ഇന്ന് എക്സിറ്റ് പോളുകളിൽ നിന്ന് മോദിയുടെ മുഖം അപ്രത്യക്ഷമായിരിക്കുന്നു, അതിന്റെ സ്ഥാനത്ത് നഡ്ഡയുടെ മുഖം കാണിക്കുന്നു. BJP വിജയിക്കുമ്പോൾ മോദിയുടെ മുഖം ചാനലുകളിൽ നിറഞ്ഞു നിൽക്കും. പരിപൂർണമായി അവർ പരാജയപ്പെടുമ്പോൾ നഡ്ഡയുടെ മുഖം കാണിക്കും. ഫലം വ്യക്തമാണ്, BJP തൂത്തെറിയപ്പെടും. ടീം സാത്ത് ഒഫീഷ്യൽ ഒരു കവിതയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വോട്ടുകൾ കുറയാൻ തുടങ്ങുമ്പോൾ മോദി പിൻവലിയാൻ തുടങ്ങും, പിന്നെ നഡ്ഡ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും, അതുപോലെ യോഗി സ്വപ്നം കാണാൻ തുടങ്ങും. ഇങ്ങനെ ഇപ്പോഴും ഒരു നാണവുമില്ലാതെ ഇരട്ടത്താപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗോദി മീഡിയകൾ ഒരിക്കലും മാപ്പർഹിക്കുന്നില്ല. ഇത്തരം ചാണകഞ്ചാരികളെ ഒരിക്കലും പിന്തുണയ്ക്കരുത്. മോദിയുടെ പോലെ തന്നെ പതിയെ പതിയെ ഈ ചാനലുകളും അപ്രത്യക്ഷമാകുന്ന സമയം അതിവിദൂരമല്ല.